ഒരു വലിയ കല്ലിനെ മുറിച്ചെടുക്കുന്നതാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിഭയാനകമായ ഒരു വാളുകൊണ്ട് മുറിച്ചെടുക്കുകയാണ്. നമ്മുടെ മുറ്റത്തൊക്കെ പാകുന്ന ബാംഗ്ലൂർ സ്റ്റോണില്ലേ, അതിൻ്റെ ഫാക്ടറിയാണിത്. ഈ സ്ഥലങ്ങളിൽ ഒരുപാട് ചെറിയ ചെറിയ ഫാക്ടറികളുണ്ട്. അതുപോലുള്ള ഒരു ഫാക്ടറിയിൽ നിന്നും കുറച്ച് കല്ല് കയറ്റാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. സത്യത്തിൽ ഈ കല്ല് കട്ട് ചെയ്യുന്ന സൗണ്ട് വളരെയധികം അസഹനീയമാണ്. ഒരു സംഗതി അവിടെ പറയുന്നത് കേൾക്കാൻ പറ്റത്തില്ല, അത്രയ്ക്ക് ഭയങ്കര സൗണ്ടാണ്. നമ്മുടെ വണ്ടിയിൽ കല്ല് ആദ്യമായിട്ടാണ് കയറ്റുന്നത്, അതുകൊണ്ട് കുറേ കാര്യങ്ങൾ പരിചയക്കുറവുണ്ട്, ചോദിച്ച് മനസ്സിലാക്കാനും പറ്റിയില്ല. ഒരു സ്ഥലത്തു നിന്നാണോ ലോഡ് കയറ്റുന്നതെന്ന് ചോദിക്കാൻ പറ്റിയില്ല. അതുകൊണ്ട് അവർ മാക്സിമം നമ്മളെ അങ്ങ് മുതലാക്കി. മൊത്തത്തിൽ 4 സ്ഥലത്തുനിന്ന് കല്ല് കയറ്റി. ആദ്യത്തെ ഫാക്ടറിയിൽ നിന്ന് ഒരു 100-150 പീസ് കയറ്റിയിട്ട് രണ്ടാമത്തെ ഫാക്ടറി വന്നിരിക്കുകയാണ്, ഇതിൻ്റെ കുറച്ച് ഇപ്പുറത്തായിട്ട്. അവിടെയും ഇതേപോലെ കല്ല് കട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു. രാത്രിയിലായാലും അവിടെ പണി നടന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ നമ്മുടെ വണ്ടിയിൽ ലോഡും കയറ്റാൻ തുടങ്ങി. അപ്പോഴും ഞാൻ കരുതി ഈ വണ്ടിയിൽ ഫുൾ ലോഡ് കയറ്റുമായിരിക്കുമെന്ന് ഇവിടുന്ന്. പക്ഷേ എൻ്റെ ധാരണ തെറ്റി. അന്ന് രാത്രി മൊത്തം അവിടെ കിടത്തി ഉറക്കി. നേരം വെളുത്തു. ആരോ സംസാരിക്കുന്നത് കേട്ടോണ്ട് ഞാൻ എഴുന്നേറ്റൊന്ന് നോക്കിയതാ. അപ്പോൾ നമ്മുടെ അഷ്കർ മോനുണ്ടല്ലോ, അവൻ കാർട്ടൂൺ കാണുവാണ്. പിന്നീട് ഞങ്ങൾ വണ്ടിയായിട്ട് അടുത്ത സ്വീകരണ സ്ഥലത്തേക്ക് പോയി. അവിടെ ചെന്നപ്പോൾ ഓൾറെഡി കല്ലില്ല. വലിയ പീസ് കല്ല് ഇവിടുത്തെ അളവിന്, അതായത് നമ്മുടെ കസ്റ്റമറിന് കൊടുക്കേണ്ട അളവിന് ഇത് കട്ട് ചെയ്ത് എടുക്കുകയാണ് ചെയ്യുന്നത്. അവിടെയും കട്ട വെയിറ്റിംഗ് ആയിരുന്നു. എന്തുമായാലും ലോഡിങ്ങിനൊക്കെ താമസമൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ തന്നെയും ഞാൻ പല കാര്യങ്ങളും നോക്കി കാണുന്നുണ്ടായിരുന്നു. ഇദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇതിൻ്റെ ഈ കല്ലിൻ്റെ മിനുസമുള്ള ഭാഗമുണ്ടല്ലോ, ആ ഭാഗത്തെ ഈ ഗ്യാസ് ടോർച്ച് വെച്ച് നല്ല രീതിയിൽ അങ്ങോട്ട് ചൂടാക്കുമ്പോൾ അതങ്ങ് പൊട്ടിത്തെറിച്ച് മാറുകയാണ്. അത്രയും ഭാഗത്ത് മിനുസം ഉള്ള ഭാഗം അങ്ങ് പൊട്ടിത്തെറിച്ച് പോയിട്ട് അവിടെ അങ്ങ് പരിക്കനാകുകയാണ് ചെയ്യുന്നത്. അതായത് നമുക്ക് തറയിലിട്ട് കഴിഞ്ഞാൽ തെന്നത്തില്ല, മഴ പെയ്താലൊന്നും തെന്നത്തില്ല. ആ രീതിയിൽ നല്ല പരിക്കനാക്കുന്നത് ഇങ്ങനെയാണ്. നമ്മുടെ വണ്ടിക്ക് 14 വീലുകളുണ്ടെങ്കിലും നമ്മുടെ വണ്ടിയെ മുന്നോട്ട് നയിക്കുന്നത് 2 സെറ്റ് വീലാണ്. ഈ കയറ്റം കണ്ടിട്ട് ഞാൻ കുറച്ചു നേരം ആലോചിച്ച് നിന്നു. അടുത്ത ഫാക്ടറിയിലോട്ട് പോകണമെങ്കിൽ ഈ കയറ്റം കയറിയല്ലേ പറ്റത്തുള്ളൂ. പുറകു ഭാഗത്ത് വെയിറ്റ് കുറവാണ്, അപ്പം നമ്മുടെ ടയർ കറങ്ങാൻ ചാൻസ് ഉണ്ട്. ടയർ കല്ലിൻ്റെ പുറത്തിരുന്ന് കറങ്ങിക്കഴിഞ്ഞാൽ ടയർ കംപ്ലൈൻ്റ് ആവാനും ചാൻസ് ഉണ്ട്. ആ ഒരു ടെൻഷനിലാണ് ഞാൻ. പിന്നെ നമുക്ക് ലെഫ്റ്റിലോട്ടാണ് തിരിയേണ്ടത് ഈ റോഡിൽ. എന്തായാലും റൈറ്റിലോട്ട് പോയി തിരിഞ്ഞു വരാനേ പറ്റൂ. അങ്ങനെ നമ്മൾ 3ാമത്തെ ഫാക്ടറി വന്നു. 3ാമത്തെ ഫാക്ടറി വന്നിട്ട് മണിക്കൂറുകളോളം നമ്മളവിടെ വെയിറ്റ് ചെയ്യേണ്ടതായിട്ട് വന്നു. രാവിലെ ഒരു 10-11 മണിയായപ്പോൾ നമ്മൾ ഈ ഫാക്ടറിയിൽ വന്നതാണ്. അപ്പം അവരിപ്പോൾ ഇവർ വൃത്തിയാക്കിക്കൊണ്ടിരിക്കുന്ന ഈ ഭാഗത്ത് അവർ കല്ലുകളൊക്കെ പറക്കിയിട്ട് കട്ട് ചെയ്തുകൊണ്ടിരുന്നതാണ്. അപ്പോൾ ആ ജോലി അവരുടെ പൂർത്തിയായതിന് ശേഷമാണ് നമുക്ക് ലോഡ് ചെയ്യാനായിട്ട് തുടങ്ങിയത്. ഇങ്ങനെയൊക്കെയുള്ള ചില പ്രശ്നങ്ങളുണ്ടെന്ന് നമുക്കറിയില്ലായിരുന്നു. അനുഭവത്തിൽ കൂടി അത് മനസ്സിലായി. പിന്നീട് ഒരു പ്രാവശ്യം കൂടി ഞാൻ കല്ലെടുക്കാൻ വേണ്ടി പോയി. ആ പോകുന്നതിന് മുന്നേ ഞാൻ അവരോട് ചോദിച്ചു, ഒരിടത്തു നിന്നാണോ 2 നിന്നാണോ കയറ്റുന്നത്? മാക്സിമം 2 നിന്ന് കയറ്റാം, കുഴപ്പമില്ല. കല്ലെടുക്കാനായിട്ട് ഏത് സൈറ്റിൽ പോയാലും നമ്മൾ ഇറങ്ങി ചെന്നിട്ട് നമ്മുടെ വണ്ടി പോകേണ്ട പാത നല്ല രീതിയിൽ സെർച്ച് ചെയ്യുക. ഈ കല്ലെന്ന് പറഞ്ഞാൽ വാള് പോലെ ഇരിക്കുകയാണ്. ടയറിൻ്റെ സൈഡിൽ കൂടെ തട്ടി കഴിഞ്ഞാൽ അപ്പോഴേ ടയർ പൊട്ടും. അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക.